നമ്മൾ പറഞ്ഞിരുന്നു ആമസോണിൻ്റെ വ്യത്യസ്തമായ കാറ്റഗറികൾ സെല്ലേഴ്സിന് അവൈലബിൾ ആണ്. നമുക്കൊരു പർട്ടിക്കുലർ കാറ്റഗറിയെ ചൂസ് ചെയ്ത് നമ്മളുടെ പ്രോഡക്ട്സുകൾ അതിനനുസരിച്ചുള്ള സപ്ലൈസിനെ കണ്ടെത്തി നമുക്ക് സോഴ്സ് ചെയ്ത് വിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ട് പോലുള്ള ഏത് മാർക്കറ്റ് പ്ലേസിൻ്റെയും വിൽപ്പനയുടെ രീതി പൊതുവെ സെല്ലേഴ്സ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ പോലെ ആമസോണിൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല കാറ്റഗറികൾ നോക്കി വേണം നമ്മൾ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ എന്നുള്ളത് വളരെ ഒരു വൈറ്റലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ ആമസോണിൻ്റെ കാറ്റഗറീസിൻ്റെ ഇൻ്റർഫേസിൽ നമുക്ക് ധാരാളം പ്രോഡക്ട്സുകൾ ധാരാളം കാറ്റഗറികളിലായിട്ടാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗറികളെ കുറിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ നല്ല കാറ്റഗറികളുണ്ട്, നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ലാത്ത കാറ്റഗറികളുണ്ട്. നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ അഥവാ നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി ഫസ്റ്റ് പ്രോഡക്ട്സുകളെല്ലാം ലോഞ്ച് ചെയ്ത് അതിനുശേഷം ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാറ്റഗറികളും ഉണ്ട്. ഇപ്പോൾ ഒരു റഫായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് 3 കളേഴ്സിലായിട്ടാണ് ആമസോണിലെ അവൈലബിൾ ആയിട്ടുള്ള കാറ്റഗറികളെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റെഡ് കളേർഡ് ആയിട്ട് നിങ്ങൾ കാണുന്നത് എല്ലാം തന്നെ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാണ്ടാത്ത അഥവാ ചൂസ് ചെയ്യാൻ തുടക്കത്തിൽ പാടില്ലാത്ത കാറ്റഗറികളാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിളിന് ഈ ഫസ്റ്റ് റെഡ് എങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള അപ്ലയൻസസ് എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് കാറ്റഗറിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിക് അപ്ലയൻസസ് പോലുള്ള ഡിവൈസുകളെല്ലാം തന്നെ ഒരു തുടക്കക്കാരന് ഒരിക്കലും എളുപ്പമല്ല ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ അതൊരു പ്രൈവറ്റ് ലാബലിംഗ് ആക്കി മാറ്റാനും. നമ്മളുടെ കോർ സബ്ജക്റ്റ് പ്രൈവറ്റ് ലാബലിംഗ് ആണ്. അഥവാ നമ്മൾ മറ്റുള്ളവരുടെ ബ്രാൻഡ് എന്നതിന് കൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മളുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ന്യൂട്രൽ ബ്രാൻഡ്, അതായത് വലിയ പ്രൈവറ്റ് ലാബലിംഗ് ബ്രാൻഡിങ്ങുകളും പാക്കിങ്ങുകളും ബ്രാൻഡ് നെയിം നമുക്ക് അതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് മാനുഫാക്ചറേഴ്സ് ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ന്യൂട്രൽ പ്രൊഡക്ട്സ് എന്ന സ്ട്രാറ്റജിയിലേക്ക് വരുന്നത്. സോ അത് ബേസിക്കലി രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ബ്രാൻഡ് എന്നുള്ളതിനപ്പുറം അതിനൊരുപാട് പോരായ്മകളും പ്രയാസങ്ങളും ഉണ്ട്. മറ്റുള്ളൊരു ബ്രാൻഡ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു സാംസങ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു സെല്ലർ രജിസ്ട്രേഷൻ കൊണ്ട് മാത്രം ആ പ്രൊഡക്റ്റ് ആമസോൺ അപ്രൂവ് ചെയ്യില്ല. മറിച്ച് ആ ബ്രാൻഡിൻ്റെ ഓതറൈസേഷൻ ലെറ്റർ വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഇൻവോയ്സ് നമ്മൾ കമ്പനിയുടെ ഒരു ഓതറൈസ്ഡ് റീസെല്ലർ ആണ് എന്ന് ആമസോണിന് ഡോക്യുമെൻറ്റുകൾ നൽകിക്കൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രമാണ് അത്തരം കാറ്റഗറിയിൽ നമുക്ക് വിൽക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ആപ്സ് ആൻഡ് ഗെയിംസ്, ആപ്സും ഗെയിംസൊക്കെ വളരെയധികം ഒരിക്കലും നല്ലൊരു മാർഗമല്ല ഒരു തുടക്കക്കാരന് ആമസോണിൽ വിൽക്കാൻ. കാരണം ആപ്സും ഗെയിംസും നമുക്കറിയാം ആമസോൺ അല്ല അതിൻ്റെ ശരിയായ മാർക്കറ്റ് പ്ലേസ്, മറിച്ച് അത് പ്ലേ സ്റ്റോറിലും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് അതിൻ്റെ സെല്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ. ഇനി നമ്മൾ ഗ്രീൻ ഇങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ കാറ്റഗറികളും വളരെ നല്ല കാറ്റഗറികളാണ്. അഥവാ ഒരു തുടക്കക്കാരനായിട്ടുള്ള ആർക്കും, അതൊരു നിങ്ങളൊരു ഹൗസ് വൈഫ് ആണെങ്കിലും നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പമുള്ള കാറ്റഗറികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലാണ് നമുക്ക് വളരെ ഒരു പ്രയാസമില്ലാതെ നമ്മളുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ അതിന് ഉചിതമായ ചില കാറ്റഗറികളാണ് നിങ്ങൾ ഗ്രീൻ ഇങ്കിൽ മാർക്ക് ചെയ്തിട്ട് കാണുന്നത്. ഇപ്പോൾ അവിടെ നമുക്ക് ബേബി കാറ്റഗറിയും അതുപോലെ ബ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരിക്കലും ബ്രാൻഡഡ് പ്രൊഡക്ട്സുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹിമാലയൻ്റെ ക്രീം നമ്മൾ അതിൽ വിൽക്കാൻ നോക്കരുത്.
കാരണം അതൊരു വലിയ ബ്രാൻഡാണ്. സോ അവിടെ ഒരുപാട് ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും ആവശ്യം വരും. പക്ഷേ ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ മിക്ക ബ്യൂട്ടി പ്രൊഡക്ട്സുകളും തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ആണ്. മറ്റുള്ള മാനുഫാക്ചറേഴ്സാണ് മാനുഫാക്ചർ ചെയ്യുന്നതും, എന്നിട്ട് കസ്റ്റമറുടെ ക്ലയൻറ്റിൻ്റെ ബ്രാൻഡിങ്ങിലാണ് അത് വൈറ്റ് ലാബിലിംഗ്, പ്രൈവറ്റ് ലാബിലിംഗ് തുടങ്ങിയ മോഡലുകളിലാണ് മിക്ക കമ്പനികളും ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ. ഈവൻ ഹിമാലയാസ് വരെ അങ്ങനെയാണ്. എല്ലാ പ്രൊഡക്ട്സും അല്ല, ചില പ്രൊഡക്ട്സുകൾ. ഓക്കെ, സോ ഞാൻ റഫായി പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ബുക്സ് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യരുത്. അത് നമ്മളുടെ റെഡ് കാറ്റഗറിയാണ്. അത് ഒന്നാമത് നമ്മൾ സ്വന്തമായി പബ്ലിഷർ അല്ല എങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമില്ല. അത് മാത്രമല്ല അത് ബുദ്ധിമുട്ടാണ്. അത്തരം കാറ്റഗറികൾ വേണ്ട. അടുത്തത് കാർ ആൻഡ് മോട്ടോർ ബൈക്ക് പോലുള്ള കാറ്റഗറികൾ നല്ല കാറ്റഗറികളാണ്. പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും, പ്രത്യേകിച്ച് നമ്മളുടെ വിമൻ എൻ്റർപ്രനേഴ്സൊക്കെ, സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു മേഖലയാണ് ക്ലോത്തിങ്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഓറഞ്ച് കളറിൽ നമ്മളുടെ ചില കാറ്റഗറിയിൽ മാർക്ക് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചാൽ, ഒരു ബിഗിനർ എന്ന നിലക്ക്, തുടക്കക്കാരനായിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സണ്, ഒരു സെല്ലർക്ക് ഒരിക്കലും തുടങ്ങാൻ പറ്റിയ മേഖലയല്ല ഈ ഓറഞ്ച് ഇങ്കുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എന്തെന്നാൽ ഇപ്പോൾ ക്ലോത്തിങ് ആൻഡ് ആക്സസറീസ് പോലുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഫുട് വെയറുകൾ, വാച്ചസ്, ഷൂ, ഹാൻഡ് ബാഗ് പോലുള്ള കാറ്റഗറികളിൽ എന്താണ് പ്രയാസം എന്നാൽ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. ഹൈ കോമ്പറ്റീഷനേക്കാൾ ഉപരി ഹൈ SKUകളായിരിക്കും. അഥവാ പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റിങ്ങുകളുടെ എണ്ണം ഒരുപാടായിരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ക്ലോത്തിങ്ങിന് നമ്മളൊരു ഉദാഹരണത്തിന് ഒരു ഷർട്ട് മേടിക്കാൻ വേണ്ടി ആമസോണിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാം ഒരു എന്താ പറയുക 10,000-കണക്കിന് ലിസ്റ്റിങ്ങുകളായിരിക്കും. എന്തെന്ന് വെച്ചാൽ ഈ ക്ലോത്തിങ്ങിന് ഒരുപാട് മോഡൽസ് ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് സെല്ലേഴ്സും ഓൾറെഡി ഉണ്ട്. പുറമെ അവർക്ക് തന്നെ ഒരുപാട് വൈഡായിട്ടുള്ള ഒരു ഇൻവെൻട്രി ഉണ്ട്. അപ്പോൾ അത്തരം കാറ്റഗറിയിലേക്ക് നമ്മൾ തുടക്കത്തിൽ ചെന്നാൽ നമുക്ക് ആദ്യ സെയിലുകൾ ഉണ്ടാവാൻ ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ടാണ് അത്തരം കാറ്റഗറികൾ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ കോർ സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ വരുന്ന ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ക്ലോത്തിങ് ആക്സസറീസ് പോലുള്ള കാറ്റഗറികൾ, ഷൂ, ഹാൻഡ് ബാഗ് പോലുള്ള കാറ്റഗറികൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിഗിനറാണ് എന്ന നിലക്ക് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യരുത്. നമ്മളൊരിക്കലും ഈ തുടക്ക സമയത്ത് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഇലക്ട്രോണിക്സ് നമ്മൾ ഒരു നോട്ട് സജസ്റ്റഡ് കാറ്റഗറിയിൽ, ഓറഞ്ച് കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത് എന്തെന്നാൽ ഇലക്ട്രോണിക്സ് നമുക്ക് ചെറിയ ചെറിയ ഇലക്ട്രോണിക്സുകൾ, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഹെഡ്സെറ്റ്, അല്ലെങ്കിൽ ചെറിയ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ക്യാമറ ലെൻസുകൾ, അല്ലെങ്കിൽ പവർ ബാങ്ക് പോലുള്ള, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒബ്ജക്റ്റുകളൊക്കെ നമുക്കതിൽ വിൽക്കുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. ഓക്കെ, വലിയ ഗാഡ്ഗറ്റ്സുകളായിട്ടുള്ള ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യരുത്. പിന്നെ ഇലക്ട്രോണിക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോണിക്സിൻ്റെ മിക്ക ഭൂരിഭാഗവും ചൈനീസ് പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ഒരു തുടക്കക്കാരന് ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നം എന്തെന്നാൽ, നമുക്കറിയാം നമ്മൾ ഏറ്റവും നല്ല സപ്ലൈസിനെ കണ്ടെത്തിയിട്ട് തന്നെയാണ് നമ്മൾ സോഴ്സ് ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും വിശദമായിട്ട്. പക്ഷേ എങ്കിലും ഇലക്ട്രോണിക്സിൽ കംപ്ലൈൻറ്റുകൾ വന്നാൽ എന്നുള്ള ഒരു പ്രയാസം ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് തുടക്കക്കാർക്ക് അത് നോട്ട് സജസ്റ്റഡ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ ശരിയായ സപ്ലൈസിനെ കണ്ടെത്തി ശരിയായ സാമ്പിളുകൾ നമ്മൾ ആദ്യം കൈപ്പറ്റി അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് തുടങ്ങണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫർണിച്ചറാണ്. ഫർണിച്ചർ ഒരിക്കലും പോകരുത്. കാരണം അത് വെരി അൺസൈസ്ഡ് കാറ്റഗറിയാണ്, അതായത് വലിയ കാറ്റഗറിയാണ്. സോ നമ്മൾക്ക് പ്രോഡക്ട്സുകൾ വിൽക്കാനും മറ്റൊക്കെ, നിങ്ങൾ മാനുഫാക്ചർ ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്തൊരാൾക്ക് ഒരിക്കലും ഫർണിച്ചർ ചൂസ് ചെയ്യരുത്. ഗാർഡൻ ആൻഡ് ഔട്ട്ഡോർ അത് വളരെ നല്ല കാറ്റഗറിയാണ്. നമുക്കറിയാം നമ്മളെ ഇപ്പോൾ ഗാർഡനിൽ വെള്ളം അടിക്കുന്ന പമ്പുകൾ, അതിൻ്റെ നോസിൽ, അതുപോലെ തന്നെ ബോട്ടിലുകൾ, അതുപോലെ ചെറിയ ചെറിയ നമ്മുടെ ഈ മണ്ണൊക്കെ മാറ്റാൻ ഉപയോഗിക്കുന്ന ചെറിയ ടൂൾസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വിൽക്കാം. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്, നല്ല സെയിലുള്ള കാറ്റഗറിയിൽ പെട്ട ഒരു കാറ്റഗറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഗ്രോസറി ആൻഡ് ഗവൺമെൻറ് ഫുഡ്സ്, അത് നമ്മൾ ഈ
ഗവൺമെന്റ് ഫുഡ്സ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ഗ്രോസറി പ്രോഡക്ട്സുകൾ ഒന്നാമത് നമുക്ക് വളരെയധികം മാർജിൻ കുറവായിരിക്കും. പാക്കഡ് ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ് ഇതെല്ലാം തന്നെ എന്തായിരിക്കും, ഒരുപാട് ലൈസൻസുകൾ, അതായത് FSSAI ഓക്കെ, ആ ലൈസൻസ് ഒക്കെ നമ്മൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരം കാറ്റഗറി മാത്രമല്ല, ഇതെല്ലാം ചെയ്ത് നമ്മൾ വിൽക്കുമ്പോഴും നമുക്ക് മാർജിൻ കുറവായിരിക്കും. പക്ഷെ നിങ്ങളൊരു മാനുഫാക്ചറർ ആണ്, നിങ്ങളുടെ സ്വന്തം പ്രോഡക്ട്സുകൾ നിങ്ങൾ നിർമ്മിക്കുന്ന ഒരാളാണെങ്കിൽ നോ പ്രോബ്ലം, യു ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദാറ്റ് ഗ്രോസറി ആൻഡ് ഗവൺമെന്റ്. ഐ ആം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ ബിഗിനേഴ്സ് ലെവൽ. നമ്മളൊരു സാധാരണ വീട്ടമ്മയായ, സ്റ്റുഡൻ്റ് ആയ, സാധാരണ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓഫ്ലൈൻ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് മാർക്കറ്റ് പ്ലേസിൽ വിൽപ്പന തുടങ്ങുന്ന ഒരു ബിഗിനർ എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയെ റെഡും ഗ്രീനും അതുപോലെ ഓറഞ്ച് കളേഴ്സിലൊക്കെ ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ. ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ എന്ന് പറയുമ്പോൾ നല്ല കാറ്റഗറിയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊഡക്ട്സുകൾ ചൂസ് ചെയ്യാതെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വലിയ ഹൈലി ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് പോലുള്ള വലിയ വലിയ രജിസ്ട്രേഷനുകൾ വേണ്ടാത്ത ചെറിയ, നിങ്ങൾക്കിപ്പോൾ ആയുർവേദിക് ക്രീമുകളോ ഓയിൻമെൻറ്റ്സുകളോ, അതായത് ഓയിൻമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫെയർനെസ് ഓയിൻമെൻറ്റ്സുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കെയർ വെറും ക്രീമും പൗഡറുകളും മാത്രമല്ല, ചെറിയ ചെറിയ ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു അക്യുപഞ്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ നീഡിലുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ കപ്പിംഗ് എന്ന് പറയുന്ന ഹിജാമ, കപ്പിംഗ് ചെയ്യുന്ന കപ്പുകൾ, അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊഡക്ട്സുകൾ. ഇനി ഒന്നും വേണ്ട, നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ മുതിർന്ന ആളുകൾ അവർ ഡയബറ്റിക്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ മോണിറ്റർ ഉണ്ടാവും അല്ലേ, ബ്ലഡ് എടുത്തിട്ട് സ്ട്രിപ്പിലാക്കിക്കൊണ്ട് മെഷീനിൽ വെച്ച് നോക്കുന്ന ചെറിയ ഡിവൈസ്. ആ ഡിവൈസിനല്ല നമ്മൾ വിൽക്കുന്നത്, ആ ഡിവൈസ് ഒരു വലിയ ബ്രാൻഡായിരിക്കും. ഓക്കെ, പക്ഷേ ആ ഡിവൈസ് ഇടുന്ന ഒരു ചെറിയ പൗച്ച് ഉണ്ടാവില്ലേ, ആ പൗച്ച് നമുക്ക് വിൽക്കാം. കാരണം നമ്മളുടെ അപ്രോച്ച് എന്താണ്, പ്രോഡക്ട്സുകളിൽ പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ബ്രാൻഡ് ഓറിയന്റഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ആ നിലക്ക് നീങ്ങാം. പക്ഷേ നമ്മൾക്ക് ചെറിയ ചെറിയ പ്രോഡക്ട്സുകൾ കൊണ്ട് തന്നെ ബിസിനസ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അതിന് നിങ്ങൾ ധാരാളം ആമസോൺ ലിസ്റ്റിങ്ങുകൾ നമ്മളുടെ കഴിഞ്ഞ ട്യൂട്ടോറിയലുകളിൽ കണ്ടതാണ്. ചെറിയ ചെറിയ നിലക്ക് നമ്മൾ പല കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ നിങ്ങൾ കണ്ടതാണ്. ചെറിയ വെയിങ് സ്കെയിൽ, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു വെയിങ് സ്കെയിൽ 20,000 പീസ് വിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. വെറും 200 രൂപയുടെ പ്രൊഡക്റ്റാണത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ചെറിയ വിലക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്, അത് നമ്മൾ നല്ല ലിസ്റ്റിങ്ങോട് കൂടി, നല്ല ഡിസ്ക്രിപ്ഷൻസോട് കൂടിയൊക്കെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഒരു റഫ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കാറ്റഗറീസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾ കാണുന്ന ഇൻഡസ്ട്രി, സയന്റിഫിക്, ജ്വല്ലറി പോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു നല്ല കാറ്റഗറികളെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ പേജിൻ്റെ താഴെ കാണാം. സോ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളുടെ പ്രോഡക്ട്സുകൾ ഏത് കാറ്റഗറിയിലായിരിക്കണം നമുക്ക് തീരുമാനിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങളത്